നമസ്കാരം. ഭീകരാക്രമണങ്ങൾക്കെതിരെ ഭാരതം സ്വീകരിച്ചു പോരുന്ന നിലപാടുകളിൽ കഴിഞ്ഞ ദശകത്തിൽ വന്ന മാറ്റം വളരെ വലുതാണ്. മുൻപ് നിലനിന്നിരുന്ന നയതന്ത്രപരമായ സംയമനത്തിൽ നിന്ന് മാറി ശത്രുവിൻ്റെ വീട്ടിൽ കയറി അടിക്കുക എന്ന ആക്രമണാത്മക പ്രതിരോധ നയത്തിലേക്ക് ഭാരതം മാറിയത് മോദി സർക്കാരിൻ്റെ കാലത്താണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ നയത്തിൽ 2014 ശേഷം വലിയൊരു മാറ്റം ദൃശ്യമാണ്. കോൺഗ്രസ് നേതൃത്വം നൽകിയ മുൻ സർക്കാരുകളുടെ കാലത്ത് പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ പ്രധാനമായും അന്താരാഷ്ട്ര വേദികളിൽ പരാതിപ്പെടുകയും നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തുകയുമാണ് ചെയ്തിരുന്നത്. 2001 പാർലമെൻറ്റ് ആക്രമണമോ 2008 മുംബൈ ഭീകരാക്രമണമോ ഉണ്ടായപ്പോൾ ഭാരതം സൈനികമായി തിരിച്ചടിക്കാൻ മുതിരാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത്. പാകിസ്ഥാനുമായി ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധമുണ്ടാകുമോ എന്ന ഭയവും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദവുമാണ് അന്ന് ഭാരതത്തെ പിന്നോട്ടടിപ്പിച്ചത്. ഈ നിസ്സംഗത പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് ഭാരതത്തിൻ്റെ മണ്ണിൽ എവിടെയും ആക്രമണം നടത്താമെന്ന ആത്മവിശ്വാസം നൽകിയതായി നിരീക്ഷകർ വിലയിരുത്തി. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഭാരതം ഈ നിലപാട് പൂർണ്ണമായും മാറ്റിമറിച്ചു. 2016 ഉറി ആക്രമണത്തിന് മറുപടിയായി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഭാരതത്തിൻ്റെ സൈനിക നയത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. അതിർത്തി കടന്ന് ഭീകരവാദി താവളങ്ങൾ തകർക്കാമെന്നും അതിനുള്ള രാഷ്ട്രീയ ആർജവം ഇന്ത്യക്കുണ്ടെന്നും ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടു. പിന്നീട് 2019 പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ മിന്നലാക്രമണം ആണവായുധമുള്ള ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാക്രമിക്കാൻ ഭാരതം മടിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള നീക്കങ്ങൾ ഈ നയത്തിൻ്റെ തുടർച്ചയാണ് കാണുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ത്യ നടത്തിയ നീക്കം വെറും പ്രതിരോധം എന്നതിലുപരി ശത്രുവിൻ്റെ സൈനിക ശേഷിയെ തന്നെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാറ്റമാണ് കാണിച്ചത്. ഇത്തരം നടപടികൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ സാമ്പത്തികവും സൈനികവുമായ ബാധ്യതകൾ വരുത്തിവെച്ചു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വില നൽകേണ്ടി വരുമെന്ന ഒന്നാണെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തുവാൻ മോദി സർക്കാരിൻ്റെ ഈ സീറോ ടോളറൻസ് നയത്തിന് സാധിച്ചു. നയതന്ത്ര ചർച്ചകൾക്കൊപ്പം തന്നെ സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ ഭാരതത്തിൻ്റെ രീതി. ഇത് ഭീകരവാദികൾക്കും അവർക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും വലിയൊരു മുന്നറിയിപ്പാണ്. മുൻകാലങ്ങളിലെ നിസ്സംഗതയിൽ നിന്ന് വിട്ട് ആധുനിക സാങ്കേതിക വിദ്യയും കരുത്തുറ്റ രാഷ്ട്രീയ തീരുമാനങ്ങളും ഒത്തുചേരുമ്പോൾ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഈ കൃത്യമായ ആക്രമണത്തിൽ ബ്രഹ്മോസ്, സ്കാൽപ് EG മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളും റഡാർ കേന്ദ്രങ്ങളും കമാൻഡ് സെൻ്ററുകളും ഇന്ത്യ തകർത്തു. ഇന്ത്യൻ വ്യോമസേനാ മേധാവിയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പാകിസ്ഥാൻ ഏകദേശം 12 മുതൽ 13 വരെ യുദ്ധവിമാനങ്ങളും നിരവധി നിരീക്ഷണ വിമാനങ്ങളും 10-ലധികം സായുധ ഡ്രോണുകളും നിർണായകമായ ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചറുകളും ഈ ആക്രമണത്തിൽ നഷ്ടമായി. ഇന്ത്യയുടെ ഈ ശക്തമായ നീക്കം പാകിസ്ഥാൻ്റെ വ്യോമശക്തിയെ തകർക്കുകയും മെയ് 10 വെടിനിർത്തലിന് അപേക്ഷിക്കാൻ ഇസ്ലാമാബാദിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. വ്യോമാക്രമണത്തിലും S-400 പ്രതിരോധ സംവിധാനത്തിൻ്റെ സഹായത്തോടെയും പാകിസ്ഥാൻ്റെ 5ഓളം F-60 വിമാനങ്ങൾ താവളത്തിൽ വെച്ച് തന്നെ തകർക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇതിനു പുറമെ 300 കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ആകാശയുദ്ധത്തിൽ മറ്റ് 5 അത്യാധുനിക വിമാനങ്ങളെയും ഇന്ത്യ തകർത്തു. ആകെ 9 മുതൽ 13 വരെ യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാന് നഷ്ടമായത്. F-60, JF-17 തുടങ്ങിയ അത്യാധുനിക വിമാനങ്ങളും ഇതിൽ അകപ്പെടുന്നു. പാകിസ്ഥാന് കോടിക്കണക്കിന് ഡോളറിൻ്റെ സാമ്പത്തിക നഷ്ടവും സേനാസന്നദ്ധതയിൽ വലിയ വിള്ളലും ഉണ്ടാക്കി. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ പാകിസ്ഥാൻ്റെ നിരീക്ഷണ സംവിധാനങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഫോലാരി വ്യോമതാവളത്തിലെ ഹാങ്ങറിനുള്ളിൽ വെച്ച് ഒരു സബ് 2000 നിരീക്ഷണ വിമാനവും നൂർഖാൻ താവളത്തിൽ വെച്ച് ഒരു C-130 ഹെർക്കുലിസ് വിമാനവും തകർക്കപ്പെട്ടു. പാകിസ്ഥാൻ്റെ സായുധ ഡ്രോൺ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ മുരീദ് വ്യോമതാവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ 10ഓളം ഡ്രോണുകളും അവയുടെ നിയന്ത്രണ കേന്ദ്രങ്ങളും തകർന്നു. പാകിസ്ഥാൻ്റെ പ്രധാന വ്യോമതാവളങ്ങളിലെ റൺവേകൾക്കും ഹാങ്ങറുകൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മുഷാഫ്, റഹീം യാർ ഖാൻ എന്നിവിടങ്ങളിലെ റൺവേകളിൽ വൻ കുഴികൾ വീണതോടെ വിമാന നീക്കം തടസ്സപ്പെട്ടു. കൂടാതെ 4 റഡാർ നിലയങ്ങളും 2 കമാൻഡ് സെൻ്ററുകളും തകർത്തതോടെ
പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ ശൃംഖല പൂർണ്ണമായും അന്ധമായി. ഇന്ത്യൻ വിലയിരുത്തലുകൾ പ്രകാരം യുദ്ധവിമാനങ്ങൾ, നിരീക്ഷണ വിമാനങ്ങൾ, ഡ്രോണുകൾ, തകർന്ന കെട്ടിടങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണത്തിനായി മാത്രം ഏകദേശം $1 മുതൽ $1.5 ബില്യൺ വരെ, ഏകദേശം 8,000 മുതൽ 12,000 കോടി രൂപ വരെ പാകിസ്ഥാന് ചിലവ് വരും. അതിർത്തി ലംഘിക്കാതെ തന്നെ ശത്രുവിൻ്റെ പ്രതിരോധത്തെ തകർക്കാൻ ഇന്ത്യയുടെ പ്രിസിഷൻ സ്ട്രൈക്ക് തന്ത്രത്തിന് സാധിക്കുമെന്ന് ഈ ദൗത്യം തെളിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ പ്രതിരോധ മേഖലയ്ക്ക് ഏൽപ്പിച്ച ആഘാതം വെറും സൈനികം മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തിൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അടിത്തറയെ പിടിച്ചുലയ്ക്കുന്ന ഒന്നുകൂടിയായിരുന്നു. ഏകദേശം 12,000 കോടി രൂപയുടെ ഭൗതിക നഷ്ടം എന്നത് പാകിസ്ഥാനെ പോലെ ഒരു വിദേശ നാണ്യ ശേഖരം തീർത്തും പരിമിതമായ ഒരു രാജ്യത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു ബാധ്യതയാണ്. ഈ വലിയ സാമ്പത്തിക നഷ്ടം പാകിസ്ഥാന്റെ വർത്തമാനകാലത്തെയും ഭാവിയിലെയും സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ ഒരു വിശകലനം അർഹിക്കുന്ന വിഷയമാണ്. പാകിസ്ഥാൻ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ ദൗർലഭ്യമാണ്. അത്യാവശ്യം വേണ്ട ഇന്ധനവും മരുന്നും ഭക്ഷ്യധാന്യങ്ങളും ഇറക്കുമതി ചെയ്യാൻ പോലും പണമില്ലാതെ ഒരു രാജ്യം വലയുമ്പോഴാണ് $1.5 ബില്യൺ സൈനിക നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. തകർക്കപ്പെട്ട F-16, JF-17 തുടങ്ങിയ യുദ്ധവിമാനങ്ങളും സാബ് 2000 പോലുള്ള നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിക്കുന്നതല്ല. ഇവയുടെ അറ്റകുറ്റപ്പണികൾക്കോ പുതിയവ വാങ്ങുന്നതിനോ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിൽ തന്നെ പണം നൽകേണ്ടി വരും. നിലവിൽ IMF-ൽ നിന്നുള്ള വായ്പകൾക്കായി കടുത്ത നിബന്ധനകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിന് സൈനിക ആവശ്യങ്ങൾക്കായി ഇത്രയും വലിയൊരു തുക കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഇത് പാകിസ്ഥാനെ വീണ്ടും അന്താരാഷ്ട്ര കടക്കണിയിലേക്ക് തള്ളിയിടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. നിലവിലെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ 2024-25 വാർഷിക ബജറ്റ് ഏകദേശം 18.8 ട്രില്യൺ പാകിസ്ഥാൻ രൂപയുടേതാണ്. നിലവിലെ വിനിമയ നിരക്ക് പ്രകാരം പാകിസ്ഥാന്റെ മൊത്തം ബജറ്റ് ഏകദേശം $67.6 ബില്യൺ വരും. ഈ തുകയുടെ അടിസ്ഥാനത്തിൽ $1.5 ബില്യൺ എന്നത് പാകിസ്ഥാന്റെ മൊത്തം ബജറ്റിൻ്റെ ഏകദേശം 2.21%. ഒരു ശതമാനം എന്നത് കേൾക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നാമെങ്കിലും പാകിസ്ഥാനെ പോലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു തുകയാണ്. പാകിസ്ഥാന്റെ 2024-25 പ്രതിരോധ ബജറ്റ് ഏകദേശം 2.12 ട്രില്യൺ പാകിസ്ഥാൻ രൂപയാണ്. ഈ പ്രതിരോധ ബജറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉണ്ടായ $1.5 ബില്യൺ നഷ്ടം അവരുടെ ആകെ പ്രതിരോധ ബജറ്റിൻ്റെ ഏകദേശം 20% വരും. അതായത് ഒരു വർഷം സൈന്യത്തിന് വേണ്ടി മാറ്റിവെച്ച തുകയുടെ 1/5 വെറും 4 ദിവസത്തെ ആക്രമണത്തിലൂടെ ഭാരതം തകർത്തു കളഞ്ഞു എന്നാണ് ഇതിനർത്ഥം. സാധാരണഗതിയിൽ ഒരു രാജ്യം തങ്ങളുടെ ബജറ്റിൽ നിന്ന് പണം ചിലവാക്കുന്നത് പുതിയ വികസന പ്രവർത്തനങ്ങൾക്കോ ആയുധങ്ങൾ വാങ്ങാനോ ആണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിലവിലുള്ള സംവിധാനങ്ങൾ തകർന്നതുമൂലം അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രം ഈ വലിയ തുക കണ്ടെത്തേണ്ടി വരുന്നു എന്നതാണ്. ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തളർത്തുകയും ജനക്ഷേമ പദ്ധതികൾക്കുള്ള തുക വെട്ടിക്കുറയ്ക്കുവാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യും. ഒരു രാജ്യത്തിൻ്റെ ബജറ്റിൽ പ്രതിരോധത്തിനായി നീക്കിവെക്കുന്ന തുകയ്ക്ക് കൃത്യമായ പരിധിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വരുത്തിയ നാശനഷ്ടങ്ങൾ പരിഹരിക്കുവാൻ പാകിസ്ഥാന് അവരുടെ വരാനിരിക്കുന്ന ബജറ്റുകളിൽ വലിയൊരു ഭാഗം സൈനിക മേഖലയിലേക്ക് മാറ്റിവെക്കേണ്ടി വരും. ഇത് രാജ്യത്തെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങളെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെയും സാരമായി ബാധിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കുള്ള തുക വെട്ടിക്കുറച്ച് പ്രതിരോധത്തിന് മുൻഗണന നൽകുന്നത് പണപ്പെരുപ്പം വർദ്ധിക്കാനും സാധാരണക്കാരൻ്റെ നിത്യജീവിതം കൂടുതൽ ദുസ്സഹമാക്കാനും കാരണമാകും. പാകിസ്ഥാൻ രൂപയുടെ മൂല്യം അന്താരാഷ്ട്ര വിപണിയിൽ ഇടിയുന്നതിനും ഇത് വഴിയൊരുക്കും. ചുരുക്കത്തിൽ സൈനികമായ ഒരു പരാജയം എന്നതിലുപരി ഇത് പാകിസ്ഥാൻ്റെ ആഭ്യന്തര സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. കൂടാതെ തകർക്കപ്പെട്ട വ്യോമതാവളങ്ങളുടെയും റൺവേകളുടെയും പുനർനിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. മുഷ, ഫോലാരി തുടങ്ങിയ താവളങ്ങളിലെ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വലിയ തോതിലുള്ള സാങ്കേതിക സഹായവും സാമ്പത്തിക നിക്ഷേപവും ആവശ്യമാണ്. വിദേശ നിക്ഷേപകർ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയവും സൈനികവുമായ സുരക്ഷിതത്വം കൂടി നോക്കുകയാണ്. ഇത്തരം വലിയൊരു സൈനിക പരാജയവും സാമ്പത്തിക ആഘാതവും പാകിസ്ഥാനിലേക്ക് നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആഗോള കമ്പനികളെ പിന്നോട്ടടുപ്പിക്കുക തന്നെ ചെയ്യും. ഇത് രാജ്യത്തിൻ്റെ വ്യവസായ മേഖലയെയും തൊഴിലവസരങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ചുരുക്കത്തിൽ ഭാരതം നടത്തിയ ഈ കൃത്യമായ സൈനിക നീക്കം പാകിസ്ഥാൻ്റെ പ്രതിരോധത്തെ അപ്രസക്തമാക്കുക മാത്രമല്ല, വരും ദശകങ്ങളിൽ പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.